ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തേർഡ് ഡേ ആണ് എക്സ്കർഷൻ്റെ. ഇവിടെ വില്ലേജിൽ വന്നിട്ട്, ക്യാമ്പിംഗ് വില്ലേജിലേക്ക് വന്നിട്ട് സെക്കൻഡ് ഡേ. ഇന്നലെ ചെയ്ത പോലെ സ്പെസിമെൻസ് കളക്ട് ചെയ്യാൻ തന്നെയാണ് പോണത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ നീറ്റു. ഇന്നലെ ഒന്നും നേരം കിട്ടിയില്ല രാവിലെ നീറ്റിട്ട്. ഞാനിപ്പോൾ ഇവിടെ കഫറ്റീരിയ ഉണ്ട്, അവിടെ പോയിട്ട് കോഫി കുടിക്കാം. ജർമ്മനിയിലാകുമ്പോൾ ഞാൻ ബട്ടർ ക്രോസോണ്ട് അത്രയും ആവശ്യം വന്നാലേ കഴിക്കുമായിരുന്നുള്ളൂ. ഇവിടെ എനിക്കറിയില്ല, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇന്നാണെങ്കിലും ഇപ്പം ഞാൻ സമയം കണ്ടെത്തി ഓടിയൊന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോട്ടുകളിലേക്കാണ് പോണത്. അതും ചിലപ്പോൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് സ്പോട്ടിലേക്ക് എത്താറ്. അതുകൊണ്ട് ഇടയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റാറുണ്ട്. കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിരുന്നു. പിന്നെ ചെയ്യുന്ന കാര്യം ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ബോറൊന്നും അടിച്ചിരുന്നില്ല. ഇന്നത്തെ സ്പെസിമെൻ കളക്ഷൻസ് ഇപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇനി പോകാനുള്ള സ്ഥലം നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ജസ്റ്റ് എന്തെങ്കിലും കോഫി കുടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ചിലപ്പോൾ ക്യാമ്പ് സൈറ്റിലേക്ക് തന്നെ പോകണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിൽ ആറിയിട്ട് ഇറങ്ങാച്ചിട്ടാണ്. ഇന്നലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. ഇന്നിപ്പോൾ പോണ സ്ഥലം കണ്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ഇറങ്ങണം. ഇതിവിടെ ഞങ്ങളുടെ ക്യാമ്പിംഗ് വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കുഞ്ഞ് സിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ കോഫി കുടിക്കാൻ കരുതിയിട്ട് അങ്ങോട്ടാണ് പോയത്. ഇത് ഞങ്ങളുടെ പ്രൊഫസറുടെ പെറ്റാണ്, എല എന്നാണ് പേര്. എല ഞങ്ങളെക്കാളിൽ കൂടുതൽ ഫീൽഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. പ്രൊഫസർ എപ്പോഴും ഫീൽഡ് ട്രിപ്പ് പോകുമ്പോൾ എലേനെ കൊണ്ടുപോകാറുണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങളെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെ അവിടുത്തെ കഫറ്റീരിയയിൽ കയറിയിട്ട് ഞങ്ങൾ ക്യാപ്പച്ചൂണോയും ലാറ്റയും എല്ലാം ഓർഡർ ചെയ്തു. നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്ന ഒരു കഫേ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയാണ് സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതുപോലെ പ്രസൻറ്റേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞു തന്നു. ഞങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകണം ഒന്നും കൂടെ. അപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റല്ല, കഫറ്റീരിയയിൽ തന്നെ അടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. വാങ്ങിച്ചിട്ട് തിരിച്ചു പോയി റെഡി ആയിട്ട് പിന്നെയും പോകണം. ഇതപ്പോൾ കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് 3ാമത്തെ സൈറ്റിലേക്ക് പോവുകയാണ്. ഇത് വഴിയിൽ കുറേ തവണ കണ്ട ക്യാക്ടസ് ആണ് കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുന്നതാണ് സെൽജിൻ പറഞ്ഞത്. സെൽജിൻ മെക്സിക്കക്കാരിയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തി. എനിക്ക് ഇഷ്ടമായ വൺ ഓഫ് ദ സ്പോട്ടാണിത്. കാരണം ഇവിടുന്ന് കുറേ സ്പീഷീസിനെ കിട്ടി. പിന്നെ ഈവനിങ് ആണ് പോയത് എന്നുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കൂടെ നടക്കാനൊക്കെ. മുകളിൽ ഇതുപോലൊരു ഫോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് നടന്ന് കയറാൻ പറ്റിയില്ല കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിതിപ്പോൾ 3ാമത്തെ സൈറ്റും കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ചെയ്യണം ഒരു 1 hour ബ്രേക്ക് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് മിക്കവാറും ലൈറ്റ് ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും. Yeah, this one is a Napoli, and it's easy to identify because of this. Yeah, coming to the scorpions, the first. ഇത് അർണവും ടോമും കൂടെ ഫീൽഡ് വർക്കിന് പോയപ്പോൾ പിടിച്ച സ്കോർപ്പിയൻ ആയിരുന്നു. അത് UV ലൈറ്റിൻ്റെ അടിയിൽ കാണാൻ ഇങ്ങനെയാണുള്ളത്. അത് കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വന്നിട്ട് പാസ്തയും മുട്ടയാണ് ഉണ്ടാക്കിയത്. വൃത്തികെട്ടവൻ, ഞാൻ ഉണ്ടാക്കിയത് കുത്തി കേറ്റിനുണ്ട്, കുറ്റം പറയുന്നുണ്ട്. നീ തിന്നടാ, നീ തിന്നടാ. പാടുന്നത്. He's jealous of me, right? I say it's good. He'd be like, he'll make something. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രഷപ്പ് ആയി. ലൈറ്റ് ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് പോയ സൈറ്റിലേക്ക് പോകാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പോയില്ല, കാരണം കുറച്ച് പേർക്ക് പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ പോയില്ല. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ പോകുന്നുണ്ടാവും. നാളെയും സെയിം തന്നെയാണ്, ഡിഫറെൻറ്റ് സൈറ്റിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങണം. എനിക്ക് ലാസ്റ്റിൻ്റെ മുന്നത്തെ ദിവസമായിരിക്കും പ്രസൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നാളെ കാണാം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 4th ഡേ ആണ്. ഞങ്ങളിപ്പോൾ 2 ദിവസം ചെയ്ത അതേ പരിപാടി തന്നെയാണ് ചെയ്യാൻ പോണത്. ഡിഫറെൻറ്റ് സൈറ്റിൽ പോയിട്ട് സ്പെസിമെൻസ് കളക്ട് ചെയ്യണം, വരണം, പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പം അതിലും പോവുകയാണ്. എന്തെങ്കിലും നല്ലതുണ്ടായാൽ ഞാൻ കാണിച്ചു തരാം. എക്സൈറ്റിംഗ് ആണ് സൈറ്റ് വെച്ചാൽ.
അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും സ്പെസിമെൻ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഫീൽഡിൽ വർക്ക് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. നമ്മൾ എന്നും വന്ന് കളക്ട് ചെയ്യുമ്പോൾ ചിലതൊക്കെ കുറേ സ്പീഷീസ് ആകുമ്പോഴേ നമുക്ക് യുണീക്കായിട്ടുള്ള സ്പീഷീസിനെ പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പാടാണ്. ഫസ്റ്റ് ദിവസം വല്ലാത്ത എക്സൈറ്റിംഗ് ആയിരുന്നു. ഇന്നലെ കുറച്ച് എക്സോസ്റ്റിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല. നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കെന്താ പറയുക, പെട്ടെന്ന് ക്ഷീണിക്കും. പിന്നെ ഫുഡാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കാൻ പഠിക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഈ ഫീൽഡ് വർക്കിൽ വന്നിട്ടേ ആദ്യം എൻ്റെ സൺഗ്ലാസ് പോയി. പിന്നെ ഞാൻ ഒരു സൺഗ്ലാസും കൂടി ഉണ്ടെന്ന് കരുതി സമാധാനിച്ചു. അതും ഇപ്പോൾ പോയി. കുറച്ച് മുന്നേ വണ്ടിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. കിട്ടിയ ഭാഗ്യം എൻ്റെ ഹെഡ്സെറ്റ് പോയി. അങ്ങനെ എല്ലാതും കൊണ്ട് നഷ്ടക്കച്ചവടമാണ് ഫീൽഡിൽ വന്നിട്ട്. ഞാൻ വന്ന വഴി ഒന്നും കൂടെ പോയി നോക്കിയതാണ്. കിട്ടിയില്ല എന്ന് കരുതി ഞാൻ ആദ്യം ഒരു തവണ പോയി നോക്കിട്ടോ. പിന്നെ നമുക്ക് കോർഡിനേറ്റ്സ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യണം. കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കളക്ട് ചെയ്ത ഭാഗത്തേക്ക് പോയപ്പോൾ കന്നഡ കിട്ടി. Yes. Also, next part. How's it going today? It's not that good because it's too sunny. A remote area. ഞങ്ങളിപ്പോൾ സ്പെസിമെൻ കളക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളൊരു കുഞ്ഞ് വില്ലേജിലേക്ക് വന്നിരിക്കുക. പിയൻസ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാനാണ് വന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ ലൈറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ക്യാപ്പച്ചീനോ, പിന്നെ ഇവിടുത്തെ ഒരു ഡെസേർട്ടാണ് സെമി ഫ്രെഡോ. അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. Thank you. So good. ഞാൻ എൻ്റെ മാസ്റ്റർ ഷെഫിലാട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഇറ്റലിയിൽ ഒറിജിൻ ഉള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. ടേസ്റ്റിൽ മധുരം ഒബ്വിയസ്ലി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിയൻസ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. ആൻഡ് ഐ ഹാവ് ടു സേ ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ടു വാക്ക് ത്രൂ ദിസ് വെൽ പ്രിസർവ് ആർക്കിടെക്ചർ. എനിക്ക് ഇറ്റലിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യന്മാരാണ് കേട്ടോ. എല്ലാവരും വളരെ പ്ലസൻ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, വെൽക്കമിങ് ആണ്. എല്ലാവരുടെ മുഖത്തും ഒരു ചിരിയുണ്ട്. നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്നതിന് മുന്നേ നമ്മളോട് ഇങ്ങോട്ട് ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. അതെനിക്ക് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടോ. അതുകൊണ്ട് തന്നെ ജർമ്മനിയാണോ ഇറ്റലിയാണോ ഇപ്പോൾ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറ്റലിനെ പറയുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ ചുറ്റുമുള്ളവർ തരുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. അതെനിക്കിതുവരെ ജർമ്മനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തിരക്കും ബഹളമൊക്കെ ആവുക ഈവനിങ് ആകുമ്പോഴായിരിക്കും. അതിപ്പോൾ പക്ക ഒരു ഈവനിങ് ആയിട്ടില്ല. ചില റെസ്റ്റോറൻറ്റും ഹോട്ടലും ബാറും എന്നൊക്കെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കുന്നത്. എന്നിപ്പോൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തിരക്കുണ്ട്, ഇല്ല എന്നല്ല. ഇവിടെ ആക്ച്വലി എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ പ്രൊഫസർ ഹാൻസ് പോൾ എന്നാണ് ആളുടെ പേര്. ആളിവിടെ കുറേ കൊല്ലമായിട്ട് എക്സ്കർഷന് വേണ്ടിയിട്ട് പിള്ളേരെ കൊടുന്നിട്ട് ഇവിടുത്തെ മുക്കും മൂലയും ആൾക്ക് കാണാപ്പാടാണ്. അപ്പോൾ ഇന്നിപ്പോൾ സൈറ്റ് പോയിട്ട് ഓരോ പോയിന്റ് പോയിട്ട് നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്ത് ടൈം കിട്ടിയപ്പോൾ എന്നാൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൊടുന്നതാണ്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു. നോക്കി നോക്കട്ടെ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഫീൽഡ് വർക്കിന് പോയിട്ട് വെയിലും കൊണ്ടിട്ട് അത്യാവശ്യം കരിയുകയും ചെയ്തു. വേർത്ത് മുഷിഞ്ഞാ നടക്കുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ടിപ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഹായ് ഗൈസ്. ഇതെങ്ങനെ താഴത്തോട്ടൊരു വഴിയാണേ.
നല്ല രസമുണ്ട്. ഇതുപോലെ ഇങ്ങനെ പോണം. ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എന്താ ഈ പ്ലേസ് ഒക്കെ ഒന്ന് നടന്ന് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വിചാരിക്കാതെ വന്നതാണല്ലോ, അപ്പോൾ വിചാരിക്കാതെ നടക്കുന്ന കാര്യം കുറച്ചുകൂടി ഭംഗി കൂടുന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോകം. പുറത്തേക്ക് കുറച്ച് റെസ്റ്റോറൻറ്റും സാധാ എന്താ പറയുക റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. Try and use this. These are so good. These are paraben free. അപ്പോൾ പിയൻസ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫീൽഡ് വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ക്യാമ്പിംഗ് വില്ലേജിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എക്സ്കർഷൻ പാർട്ട് 2. പാർട്ട് 3ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.